കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. പച്ചക്കറിയിൽ നൂറുമേനി വിളവുമായി വിജയ് ഭായ്. കൂത്താട്ടുകുളം ഗവൺമെന്റ് UP സ്കൂളിന്റെ പുതിയ മന്ദിര നിർമ്മാണത്തിനെത്തിയ വിജയാണ് സ്കൂൾ മുറ്റത്ത് പച്ചക്കറി കൃഷിയിൽ നൂറുമേനി വിളയിച്ചത്. കെട്ടിട നിർമ്മാണ സ്ഥലത്ത് പച്ചക്കറി കൃഷിയിൽ നൂറുമേനി വിളവെടുപ്പുമായി വിജയ് ഭായ്. കൂത്താട്ടുകുളം ഗവൺമെന്റ് UP സ്കൂളിന്റെ പുതിയ മന്ദിര നിർമ്മാണത്തിനായി 3 മാസം മുൻപാണ് കരാറുകാരനൊപ്പം ബീഹാർ ബത്തിയ ജില്ലയിലെ ഗപ്നാഹ സ്വദേശിയായ വിജയ് സ്കൂളിലെത്തിയത്. കെട്ടിട നിർമ്മാണത്തിന് നിർമ്മാണ കമ്പനിക്ക് നൽകിയ സ്ഥലത്താണ് ഇവരുടെ താമസം. കിണറിനോട് ചേർന്ന് 2 സ്ക്വയർ മീറ്റർ സ്ഥലത്താണ് വിജയുടെ കൃഷി. പന്തലിൽ ചുരക്കയും മത്തനും, താഴെ വെണ്ട, ചീര, പയർ തുടങ്ങിയ വിവിധയിനം പച്ചക്കറികളുമാണ് കൃഷി ചെയ്തു വരുന്നത്. നാട്ടിൽ കുറച്ച് കൃഷി ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് കേരളത്തിലെത്തിയത്. ചുരുങ്ങിയ സ്ഥലത്ത് കൃഷി ചെയ്തുകൊണ്ട് തനിക്ക് ആവശ്യമായ പച്ചക്കറികൾ പൂർണ്ണമായും ലഭിക്കുന്നുണ്ടെന്നും വിജയ് പറഞ്ഞു. ജൈവ മാലിന്യങ്ങളും ചാരവും ഇടുന്നതൊഴിച്ചാൽ മറ്റ് വളപ്രയോഗങ്ങളോ കീടനാശിനി ഉപയോഗമോ ഇല്ല. സ്ഥലമില്ലെന്ന് പറഞ്ഞ് കൃഷി ചെയ്യാതെ ഇരിക്കുന്നവർക്ക് വിജയ് മാതൃകയാണെന്ന് സ്കൂൾ ഹെഡ് മിസ്ട്രസ് മായാദേവി പറഞ്ഞു. കുറച്ച് സ്ഥലമുള്ളെങ്കിൽ കൃഷി ചെയ്യാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് കൃഷിയിൽ നിന്ന് വിമുഖത കാണിക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷെ അവരതിൽ വളരെ കുറച്ച് സ്ഥലം മാത്രം എടുത്ത് അവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ ആകെ. അത് അവരാ ഭാഗം വൃത്തിയാക്കി അവർക്കുള്ള കിച്ചൺ അതുപോലെ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് വളരെ ചെറിയ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് അവർ പച്ചക്കറികൾ കൃഷി ചെയ്തു. എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്ത് നല്ല രീതിയിൽ വിളവെടുക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ആളുകളൊക്കെ കൃഷി ചെയ്യാൻ വളരെ നമ്മുടെ വിശാലമായ മുറ്റവും അത് കഴിഞ്ഞിട്ട് പറമ്പും പൂച്ചെടികളും ഒക്കെ നട്ടതിന് ശേഷം പിന്നെ സ്ഥലമുണ്ടാവും. പക്ഷേ നമ്മൾ സ്ഥലമില്ല എന്ന പേരിൽ കൃഷിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നമ്മുടെ കേരളത്തിൽ നമ്മൾ പൊതുവെ കാണുന്നത്. പക്ഷേ ഈ ഭായി ആ ഭാഗം ഈ വിജയ് ഭായി അത് എത്ര വൃത്തിയായി സൂക്ഷിക്കുകയും അത്ര ഭംഗിയായിട്ട് കൃഷി ചെയ്യുകയും ചെയ്ത് വിളവെടുക്കുന്നതും കാണുന്നത് ഞങ്ങൾക്ക് വളരെ അത്ഭുതമാണ്. ഞങ്ങൾ ഈ പണി നടക്കുന്ന എല്ലാ ദിവസങ്ങളിലും വളരെ അത്ഭുതത്തോടു കൂടി ഈ കൃഷി ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. സ്കൂൾ അന്തരീക്ഷത്തിന് കോട്ടം വരാതെ കെട്ടിട നിർമ്മാണം പരിസരം ശുചിയായി സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇവർ. നിർമ്മാണ സ്ഥലത്ത് പരിസ്ഥിതി ക്ലബ് നിർമ്മിച്ച പൂന്തോട്ടം പരിപാലിക്കുവാനും ഇവർ സമയം കണ്ടെത്തുന്നു. വിജയ്ക്ക് നാട്ടിൽ ഭാര്യയും 2ലും 4ലും പഠിക്കുന്ന 3 കുട്ടികളുമാണുള്ളത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.